നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും ലഭിക്കാൻ നമ്മുടെ ജീവിതത്തെ തന്നെ കൃത്യമായ രൂപത്തിൽ ചിട്ടപ്പെടുത്തൽ അനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ തീർച്ചയായും വിജയിക്കാൻ ആവശ്യമായ വഴികളൊക്കെ, വിജയിക്കേണ്ടുന്ന വഴികൾ ഏതാണോ അത് മുഴുവനും നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതും തീർച്ചയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നമ്മിലേക്കൊരു നോട്ടമുണ്ടാകണമെങ്കിൽ, എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പക്ഷെ പ്രത്യേകമായിട്ടുള്ളൊരു പരിഗണനയുണ്ടാകണമെങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ജീവിതവും ആ രൂപത്തിൽ ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് വളരെ ചെറിയ രൂപത്തിൽ, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ക്രമപ്പെടുത്താൻ കാരണമാകുന്ന ഒരു 10 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ രൂപത്തിൽ ഈ രൂപത്തിലെങ്കിലും നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപങ്ങളിൽ, വഴികളിലൂടെ നമുക്ക് ഖൈറിൻ്റെ വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ അൽഹംദുലില്ലാ, നമ്മുടെ പരിശുദ്ധമായ റമളാൻ ഷരീഫിലേക്ക് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റമളാനിലേക്കുള്ള നോമ്പ് തുറയിലേക്ക് ഒരുപാട് ആളുകൾ സ്വതക്കകൾ നൽകി. ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെ, 30 പേരുടെ, 20 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുക്കാൻ സാധിക്കുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ വലിയ സന്തോഷമാകും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ റമളാനിലേക്ക് അടുക്കുമ്പോൾ റമളാനിലേക്ക് നീട്ടിയെറിയുന്നൊരു സ്വതക്കയും കൂടെയാണത്. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ലഭിക്കാനും രോഗങ്ങളില്ലാതിരിക്കാനും എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നിയ്യത്ത്, നല്ലൊരു നിയ്യത്ത് കരുതിയിട്ട് അതിലേക്ക് സ്വതക്ക നൽകാവുന്നതാണ്. ഇതിനോടകം തന്നെ കുറേ ആളുകൾ നൽകി, പല നിയ്യത്തുകളും കരുതി നൽകി. മക്കളുടെ ജോലി ശരിയാവാനും, ജയിലിലകപ്പെട്ടവരുടെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ടൊക്കെ, മക്കളില്ലാത്തവർ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്തും റാഹത്തും നൽകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അഡ്മിഷന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളോട് വരാൻ വേണ്ടി പറയുകയും അവർ വരികയും അവരുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡീറ്റെയിലൊക്കെ എടുത്തു വെക്കുകയും അതിൽ ഇൻ്റർവ്യൂവിൽ പാസ്സായവരെ നമ്മൾ അഡ്മിഷൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരങ്ങളുണ്ട്. ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന, 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മോട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ദർസും കാര്യങ്ങളൊക്കെ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇൻഷാ അല്ലാഹ് ഗൃഹാന്തരീക്ഷത്തിൽ ആത്മീയമായ ചിട്ടയോടുകൂടെ നല്ല രൂപത്തിൽ മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ തന്നെ അവരെ ചിട്ടയായി വളർത്താൻ പരമാവധി ശ്രമിക്കുകയും അതിൽ വിജയം കണ്ടവരുമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ വാട്സപ്പിൽ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എല്ലാ തിന്മകളുടെയും ചിന്തകൾ വരുത്തുന്നത് യഥാർത്ഥത്തിൽ പിശാചാണല്ലോ. ആ പിശാചിൽ നിന്ന് നമുക്ക് വലിയ സുരക്ഷിതത്വം ലഭിക്കാൻ കാരണമാകുന്ന 10 കാര്യങ്ങളാണ്. അതിലൊന്ന്, പിശാചിൽ നിന്ന് അഭയം തേടുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ എന്തു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴും, നമ്മൾ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴും അതിന് വിഘാതം സൃഷ്ടിക്കുന്നത്, അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന് ഇറങ്ങാൻ സാധിക്കാതെ വരുന്നത് പൈശാചികമായ ഷർറുണ്ടായതുകൊണ്ടാണ്. അതുണ്ടാകും എന്ന് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നുള്ളത് ചൊല്ലുക. അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമായി പതിവാക്കുന്നവരാണെങ്കിൽ എന്താ, ശപിക്കപ്പെട്ട പിശാചിലിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടണമല്ലേ, വലിയ ഉപകാരമുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. രണ്ടാമത്തത് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഈ 2 സൂറത്തുകൾക്ക് വലിയ പവിത്രതയുണ്ട്. ഞാനതിനെക്കുറിച്ച് വിശദീകരിക്കാൻ എന്നാൽ ബാക്കി പറയാനുള്ള സമയം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും മുഅവ്വിദത്തൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ ഈ 2 സൂറത്തുകൾ അവതരിച്ചതെന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. അതേപോലെ തന്നെ മൂന്നാമത്തത് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അപ്പോൾ ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, രണ്ടാമത്തത് ഫലഖും നാസും ഓതുക, മൂന്നാമത്തത് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളതാണ്. നാലാമത്തത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക. എല്ലാ ദിവസവും സൂറത്തുൽ ബഖറ പൂർണ്ണമായും വീട്ടിലിരുന്ന് പാരായണം ചെയ്യുന്നവൻ്റെ വീട്ടിൽ ഐശ്വര്യത്തിന്, ബറക്കത്തിന്, ഖൈറിനെതിരായ ഒരു സംഭവം സംഭവിക്കില്ല. സൂറത്തുൽ ബഖറയ്ക്ക് വീടുമായി ബന്ധപ്പെട്ട് അത്രമേൽ പവിത്രതയുണ്ട്, അത്രമേൽ മഹത്വമുണ്ട് എന്നുള്ളതാണ്. ഇനി അത് മുഴുവൻ ഓതാൻ സാധിക്കുന്നില്ല, വലിയ സൂറത്താണല്ലോ. എന്നാൽ ആദ്യ ഭാഗങ്ങൾ, പ്രധാനപ്പെട്ടതിൻ്റെ ആദ്യ ഭാഗങ്ങളുണ്ട്, അതെങ്കിലും ഒന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മറ്റൊന്ന്, അഞ്ചാമത്തത് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്യുക. അവസാനത്തെ 2 ആയത്തുകളെ നമുക്കറിയാം, ആമന റസൂൽ മുതൽ സൂറത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങൾ. അതിനും വലിയ ശ്രേഷ്ഠതയുണ്ട്. ആയത്തുൽ കുർസി, ആമന റസൂൽ പാരായണം ചെയ്യുന്നതിന്. അപ്പോൾ ഇതൊക്കെ കൃത്യമായി ജീവിതത്തിൽ പകർത്തി പോരുന്നവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ആറാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളതാണ്. വളരെ പവിത്രമേറിയ ഒരു ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു ഇല്ലാതെ ഒരു ഇലാഹു ഇല്ല, അവന് ഏകനാണ് അല്ലേ, അവനൊരു പങ്കുകാരനുമില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെയും അവൻ്റെ ഉന്നതമായ സ്ഥാനത്തെയൊക്കെ നമ്മൾ വാഴ്ത്തുന്ന വളരെ പവിത്രമേറിയ ദിക്റാണ്. ഈ ദിക്ർ ദിനം പ്രതി 100 തവണ ഉരുവിട്ടാൽ അന്നത്തെ ദിവസം അയാൾക്ക് ഷെയ്ത്വാനിൽ നിന്ന് കാവൽ ലഭിക്കുമെന്ന് മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതുമാണ്. അപ്പോൾ അത് നമ്മൾ പതിവാക്കുക. അപ്പോൾ നമ്മളെന്താ പറഞ്ഞാൽ, ആദ്യം അഊദു ഓതുക, പിന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും, പിന്നെ ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്ത്, അതേപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് എന്ന് പറയുന്ന ദിക്ർ. 6 കാര്യങ്ങൾ പറഞ്ഞു. ഇനി 7ാമത്തത് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുക. അത് എപ്പോഴാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനൊരു പ്രത്യേക സമയം തന്നെ മാറ്റിവെക്കാം. നമ്മുടെ ഉസ്താദുമാരൊക്കെ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും വേണ്ടിയിട്ടൊക്കെ ധാരാളം സമയം നമ്മുടെ മുൻഗാമികളൊക്കെ കണ്ടെത്തിയിരുന്നു. ഇന്ന് നമുക്ക് അതിനൊന്നും സമയമില്ല. നമ്മൾ മൊബൈൽ ഫോണിലും റീലിലും യൂട്യൂബ് വീഡിയോസിലും ഫാമിലി വ്ളോഗ്സിലും ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗിലൊക്കെ മറ്റുള്ളവരുടെ കോപ്രായങ്ങൾ കണ്ട് സമയം ചെലവഴിക്കാൻ അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് സമയം ചെലവഴിക്കുക. നിങ്ങളിപ്പോൾ നോക്കൂ, ഇപ്പം നിങ്ങൾ ഈ യൂട്യൂബ് എന്ന സംവിധാനം, ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട്, യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം, ഈ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമില്ലാത്ത സോങ്ങുകൾ കാണാമായിരുന്നു. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കല്ലേ നിങ്ങൾ, ആവശ്യമില്ലാത്ത സോങ്ങുകൾ കാണാമായിരുന്നു, ആവശ്യമില്ലാത്ത ഏതെങ്കിലും സിനിമയുടെ ഭാഗങ്ങളിൽ കാണാമായിരുന്നു. ഇതൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായി. ആരും ചോദിക്കുന്നില്ല, എന്തിനാണ് നീ അത് കാണുന്നത്, നിനക്കെന്താ വേറെ നല്ലത് കണ്ടുകൂടെ എന്ന് ആരും ചോദിക്കാനുമില്ല അല്ലേ. അങ്ങനത്തെ സന്ദർഭത്തിലും നിങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും നിങ്ങൾ അത് കാണാതെ ഇപ്പോൾ അള്ളാൻ്റെ ദിക്റിനെക്കുറിച്ച് പറയുന്നതല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹു നമ്മ അതിനെ തിരഞ്ഞെടുത്തതാണ്. മനസ്സറിഞ്ഞൊരു 3 തവണ അൽഹംദുലില്ലാ പറയുകയല്ലേ. അള്ളാഹു നമുക്ക് ഈ അവസരം നൽകിയതിന് എത്ര ഹറാമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവസരം ഉണ്ടായിട്ടും നമ്മളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കല്ലേ. ഇതിപ്പോൾ വേറൊന്നുമല്ലല്ലോ പറയുന്നത്, അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യുക, അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നല്ലേ പറയുന്നത്. നല്ല കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവഴിച്ചു അല്ലേ. ഈ സമയം നാളെ റബ്ബിൻ്റെ അടുക്കൽ ഖബൂലാകുന്ന സമയമാണ്, നാളെ രക്ഷപ്പെടാൻ കാരണമാകുന്ന സമയമാണ്. ദീനിന് വേണ്ടി, ഇൽമിന് വേണ്ടി സമയം ചെലവഴിച്ചത് നാളെ റബ്ബിൻ്റെ അടുക്കൽ വലിയ ഉപകാരപ്പെടുമല്ലോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട്. അപ്പോൾ അള്ളാഹുവിന് ദിക്ർ ചെല്ലാൻ വേണ്ടി ഒരു പ്രത്യേക സമയം, പൂർവ്വസൂരികളൊക്കെ അങ്ങനെയായിരുന്നു. ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറയൂട്ടാ, പതിവാക്കണം സ്ഥിരമായിട്ട്. ദലായിലുൽ ഖൈറാത്ത് ഓരോ ദിവസത്തിനും ചെല്ലാനുള്ള ഓരോ ഭാഗങ്ങളുണ്ട്. ബുക്ക് സ്റ്റാളുകളിലൊക്കെ ദലായിലുൽ ഖൈറാത്തിൻ്റെ നല്ല ക്ലിയറുള്ള കോപ്പി കിട്ടും. ഉമ്മമാരും ഉപ്പമാരൊക്കെ അത് പതിവാക്കിയാൽ വലിയ ഫലം ഉണ്ടാവും. ഉസ്താദന്മാരും മഹാന്മാരൊക്കെ ചൊല്ലുന്നതാണ്. അതേപോലെ 8ാമത്തതാണ് വുളൂ പതിവാക്കുക എന്നുള്ളത്. അത് വലിയൊരു പവിത്രതയാണ്. വുളൂ സ്ഥിരമായിട്ട് എടുക്കുക, വുളൂ ദായിമായി ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നിസ്കാരം, അതിൻ്റെ വിഷയം വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ടതാണ്. 5 വഖ്ത് ഫർള് നിസ്കാരം ഡിലേ ഇല്ലാതെ നിസ്കരിക്കുക.
കറക്റ്റ് ടൈമിന് തന്നെ നിസ്കരിക്കുക, അവ്വൽ വക്കത്തിൽ തന്നെ നിസ്കരിക്കുക, മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുകയും ചെയ്യുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരം കൂടുതൽ സമയമൊന്നും ഇനി ചിലവാകില്ല, 2 റക്അത്തല്ലേ റവാത്തിബ് സുന്നത്ത് നിസ്കാരം വരുന്നുള്ളൂ. 10ാമത്തത് സംസാരം, നമ്മുടെ ഭക്ഷണം, നമ്മൾ ഇടപെടുന്ന മേഖല, ഇവകളിൽ നിന്നൊക്കെ അനാവശ്യമായത് ഒഴിവാക്കുക, ആവശ്യമായത് മാത്രം നമ്മൾ എടുക്കുക. അപ്പോൾ അനാവശ്യമായ കാണൽ കേൾക്കൽ ഒഴിവാക്കുക, അനാവശ്യമായ അന്യരുമായി ബന്ധപ്പെട്ട കേൾവികൾ ഒഴിവാക്കുക, അന്യരുമായി ബന്ധപ്പെട്ട ദർശനങ്ങൾ ഒഴിവാക്കുക, അന്യരുമായി ബന്ധപ്പെട്ട സ്പർശനങ്ങൾ ഒഴിവാക്കുക, അന്യരുമായി ബന്ധപ്പെട്ട ഇടകലരുകൾ ഉപേക്ഷിക്കുക. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾക്കിടയിലൂടെയൊക്കെ പിശാച് കടന്നു വരും എന്നുള്ളതാണ്, ഇതൊക്കെ ഒഴിവാക്കണം എന്ന് പറയാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ പൈശാചികമായ ഒരു ഷെറ് നമ്മിലേക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാകപ്പിഴകളും കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. ഇതേപോലെ നമ്മുടെ ജീവിതത്തെ കൃത്യമായി ക്രമപ്പെടുത്തിയാൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറിൻ്റെ വാതായനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ തുറക്കപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.